ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ കൊണ്ടിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ അവലും ശർക്കരയും തേങ്ങയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവൽ നമുക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ കളർ അവലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ വൈറ്റ് കളർ അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൽ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ കല്ലും അതുപോലെ തന്നെ ഉള്ളതൊക്കെ നോക്കി ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടിട്ടാണ് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അവൽ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കര നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ആയിരിക്കണം. കാരണം നമ്മളിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് നമ്മൾ അരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സാധാരണ ശർക്കര ചേർത്താൽ മതി. ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്കിനി ഫസ്റ്റ് അവൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അധികം നേരമൊന്നും വറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് കുറച്ച് നേരം വറുത്ത് ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാകമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കിത് കുറച്ച് കയ്യിലെടുത്തൊന്ന് നോക്കുക, കുറച്ചൊന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവൽ പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ അവൽ കുറച്ചെടുത്തൊന്ന് പൊടിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. അതിനായിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ശർക്കരയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ മാത്രമാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് കാഷ്യൂനട്ട്, ബദാം, പിസ്ത, ഇത് 3ഉം കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്തെന്നായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ നല്ല മയത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ബോളാക്കി എടുക്കുക. നന്നായിട്ട് ഉണ്ട വരട്ടി എടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പോൾ ഞാനിത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.